ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജീഷ് നാരായണൻ. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കാക്കനാടാണ്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ ഫ്രണ്ടിലുള്ള കുറവൻകര മൂൺ റീച്ച് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിലാണ് നമ്മളുള്ളത്. ഇതിനകത്ത് 20ാമത്തെ ഫ്ലോറിൽ 1958 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂമിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് കൊടുക്കാനുള്ളത്. നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ ഫ്ലാറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ 2 ഡോർസാണ് വരുന്നത്. ഒന്ന് മെയിൻ എൻട്രൻസ്, കൂടാതെ ഇത് വരുന്നത് നമ്മുടെ സെർവൻസിനുള്ള എൻട്രൻസ് ആണ്. ഇത് 3 ബെഡ്റൂമിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അറ്റാച്ച്ഡ് അല്ല. പക്ഷെ ഇവിടുന്ന് വരുന്ന വ്യൂ ഹ്യൂജ് ആണ്. ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. ഇതൊരു കോമൺ ടോയ്ലറ്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടോയ്ലറ്റാണിത്. ഒരു യൂസ് ചെയ്തിരിക്കുന്ന ഫിറ്റിങ്സ് എല്ലാം സെറയാണ്. അതുപോലെ ഇതാണ് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 സൈഡിലും ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ ബാൽക്കണി വരുന്നു, ഒരു സൈഡിൽ വലിയൊരു ജനലാണ് വരുന്നത്. വിൻഡോ വളരെ ഹ്യൂജ് ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ വളരെ വായുവും അതുപോലെ ക്രോസ് വെന്റിലേഷൻ കൂടുതലുള്ളൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് നേരെ ബാൽക്കണിയിലേക്കാണ് എൻട്രൻസ് വരുന്നത്. ഇത് നമ്മളുടെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. വളരെ വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ കൊച്ചിയുടെ സിറ്റിയിലേക്കുള്ള ഒരു വ്യൂ ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇനി നമുക്ക് റോഡ് കാണുന്നത്, താഴെയുള്ള റോഡ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീപോർട്ട് എയർപോർട്ട് റോഡാണ്. സീപോർട്ട് എയർപോർട്ട് റോഡ് ഫ്രണ്ടേജാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിലേക്കുള്ള എൻട്രൻസ് ആണ് വരുന്നത്. കിച്ചണിൽ നമുക്കിവിടെ ഒരു സെർവൻസ് ഏരിയ ഉണ്ട്. അതുപോലെ ഇതൊരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു ഏരിയയാണ്. കൂടാതെ ഇത് സെർവൻസിൻ്റെ ഒരു ഏരിയയും സെർവൻസ് ടോയ്ലറ്റുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സെർവൻസ് ഇല്ലാത്ത ആൾക്കാരുകൾക്ക് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു സ്റ്റോർ റൂമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കൂടാതെ ഈ ഡോറ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഡോറാണ്. കിച്ചണിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ലിവിങ് ഏരിയയിലുള്ള ആ ഒരു വിൻഡോ ആണ് വ്യൂ വരുന്നത്. അവിടെ നിന്നും നമുക്ക് കാക്കനാട് സിറ്റി വ്യൂ ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് 2 ബെഡ്റൂംസ് ബാലൻസ് വരുന്നതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം 2ലും ബാൽക്കണി വരുന്നുണ്ട്. 2ഉം അറ്റാച്ച്ഡ് ആണ്. 2ഉം ഏകദേശം സൈസസും സെയിം തന്നെയാണ്. ഇതും അത്യാവശ്യം വലിയ ബാത്റൂമാണ്. ഇതിൻ്റെ അകത്ത് വോൾ ടൈൽസ് എല്ലാം ഫുൾ ഒട്ടിച്ച് വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി വ്യൂ വരുന്നത്. നമ്മുടെ 3rd ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെ നമുക്ക് നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബാത്റൂമിൻ്റെ ഡോറാണ് വരുന്നത്. ഈ ബാത്റൂമിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടബും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വോൾ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്.
വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. സെയിം സൈസുള്ള 2 ബെഡ്റൂംസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. കൂടെ 2 ബാൽക്കണികളും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ഇവിടെ ഒരു AC-യുടെ ഡക്റ്റ് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇതാണ് ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ. 1958 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കോമൺ ടോയ്ലറ്റും വരുന്ന ഒരു ഫ്ലാറ്റാണ് നമ്മളിന്ന് കണ്ടത്. പുറവൻകര മൂൺ റീച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ ഡയറക്റ്റ് എൻട്രൻസ് വരുന്ന പ്രോപ്പർട്ടിയാണ്. വളരെ ആക്സസിബിൾ ആയിട്ടുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മൾ നിൽക്കുന്നത് 20ാമത്തെ ഫ്ലോറിലാണ്. ഇനി ഈ ഫ്ലോറിൽ എന്ത് കൺസ്ട്രക്ഷൻ വന്നാലും നമ്മുടെ ഈ ഫ്ലോറിനെ മറച്ച് കളയാനോ അല്ലെങ്കിൽ മറ്റുള്ളൊരു കൺസ്ട്രക്ഷൻ ഇതിനകത്ത് വരാനില്ല ഇതിൻ്റെ സൈഡിലൊന്നും. അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏകദേശം 2.5 മണിക്കാണ് ഈ നിൽക്കുന്നത്. എനിക്കും ഇവിടെ അധികം ചൂടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുമില്ല. അതുപോലെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും എൻ്റെ താങ്ക് യു വെരി മച്ച്.